അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 3-4 വണ്ടികൾ എടുക്കാനുള്ളൂ പ്രാവശ്യം. അപ്പോൾ അതിൽ പെട്ടൊരു വണ്ടിയാണ് ടൊയോട്ടയുടെ ഫോർച്യൂണർ. നമുക്ക് എൻക്വയറി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2017 4x2 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ഒരു വാനാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പ്രസൻറ്റിൽ നിൽക്കുന്നത് ഡൽഹിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, ഫരീദാബാദാണുള്ളത്. ഇത് 2017 4x2 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. ഏകദേശം 1,60,000 അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. അതിൻ്റെ ജെന്യൂൻ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇവിടെ ഒരു ഓഫീസിലെ ഒരു ഓണർ, ഇതിൻ്റെ ഓണർ ഇവിടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, പുള്ളിയുടെ അടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ഡീലർ പറഞ്ഞതാണ്. ആ ഡീലർ ഇവിടെ എത്തിയിട്ടില്ല, നമ്മൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം അവൻ വരാത്തതുകൊണ്ട് ഇയാളൊന്നും വിട്ട് പറയുന്നില്ല. കാരണം അവൻ വ്യക്തമായിട്ട് എല്ലാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഒന്നും പറയരുതെന്നില്ല. ഞാൻ ആ വണ്ടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുവരെ നമ്മൾ എടുക്കാറുള്ള ഒരു ക്വാളിറ്റിയിൽ തന്നെ കാണാറുള്ളൊരു വണ്ടി തന്നെയാണ്. കാര്യമായ പരിക്കളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വശങ്ങളോ നോക്കിയിട്ട് കണ്ടില്ല. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എടുത്തിട്ട് എന്തായാലും ഒന്ന് ടച്ച് ആൻഡ് പോളിഷൊക്കെ ചെയ്യേണ്ടി വരും. ഈ വാഹനത്തിൻ്റെ മീറ്ററിൻ്റെ റീഡിങ് ഇത് കാണിച്ചിട്ടുണ്ട്. 1,65,838 കിലോമീറ്ററാണ് മീറ്റർ റീഡിങ് കാണിച്ചിട്ടുള്ളത്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് കിടപ്പുണ്ട്. സീറ്റ് കവറൊക്കെ കണ്ടില്ലേ, ഇത് കീറിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മാറി വരണം. ഇതിൽ പൊട്ടലോ കാര്യങ്ങളോ വന്നിട്ടില്ല, പക്ഷേ ഇത്രയും യൂസേജിൻ്റെ എല്ലാ കുറവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ നോബൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത്. ഓക്കെ, നമ്മൾ എല്ലാ വണ്ടിയും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ പെയിൻറ്റിൻ്റെ ഗേജിൻ്റെ ഭാഗത്തു നിന്നാണ് തുടങ്ങാം. ഒറിജിനലാണ് ഇത് വണ്ടി, ഇത് ഒറിജിനൽ പെയിൻ്റാണ്. നമുക്ക് കാഴ്ച തന്നെ അറിയാം. നമ്മൾ ഒരു റൗണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോയിരുന്നു. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ. ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങൾ, ഇത്രയും വർഷം അവർ യൂസ് ചെയ്തിട്ട് ചെറിയ സ്ക്രാച്ചുകൾ കാണാം. ബമ്പർ അവർ റീപെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് മുമ്പ്. അതൊരു കളർ ഡിഫറൻസും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പക്ഷേ എന്നാലും രണ്ടാമത് നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ എഡ്ജോഷൊക്കെ കണ്ട് അവിടെ ഇവിടെയൊക്കെ അവർ വരുതിയും പിടിച്ചിതാക്കിയിട്ടുണ്ട്. നമുക്ക് ബമ്പറിൽ എന്തായാലും പെയിൻറ്റിൻ്റെ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ അത് കാഴ്ച നിന്ന് മനസ്സിലാവുന്നുണ്ട് അത് റീപെയിൻ്റ് ആണെന്നുള്ളത്. ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ ലെവലിൽ ഒരു ടച്ചപ്പോൾ എഡ്ജൊക്കെ ഇങ്ങനെ ചുമ്മാ ടച്ച് ചെയ്ത് കൊടുത്തതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ചെറുതായിട്ട് ഒരു റീപെയിൻറ്റിൻ്റെ ഇത് കാണുന്നുണ്ട്. ഒറിജിനലാണ്. ഇതിലൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് കേട്ടോ. കാരണം വണ്ടി ഏകദേശം 1.60 അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ പരിക്കുകൾ കാര്യങ്ങൾ എന്തായാലും വരും. അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ കാണാം. റണ്ണിംഗ് ബോർഡിൽ ചളുക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഡോറിലും ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല. ഡോറിന് തന്നെ പേസ്റ്റിങ് കാര്യങ്ങൾ, പഞ്ച് മാർക്ക് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഇൻറ്റീരിയറിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ, എടുത്ത് കാണിച്ച് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമുക്ക് എന്തായാലും സീറ്റ് കവർ കാര്യങ്ങളൊന്നും മാറ്റി ചെയ്യേണ്ടി വരും. കാരണം ഫ്രണ്ടിൽ ഡ്രൈവർ സൈഡ് സീറ്റിനേ ഉള്ളൂ കേട്ടോ കാര്യമായിട്ട് കീറിൽ. കോ ഡ്രൈവർ സൈഡ് കാര്യങ്ങൾ അത്ര വലിയ പ്രോബ്ലം അല്ല. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഇതിൻ്റെ ഇടുക്കി കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. നമ്മൾ ഡബിൾ പ്രസ് ചെയ്തു, അതുകൊണ്ട് അത് അവിടെ സ്റ്റക്കായി നിന്നത്. അവർ ഇത് പേഴ്സണലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ അവരെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റാണ്. പക്ഷേ ഇവരിവിടെ പെയിൻറ്റ് ഈ ഒരു എഡ്ജിൽ അവർ ചെറുതായിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അങ്ങോട്ടൊരു ഒലിച്ച പാട് പോലെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എവിടെയും തന്നെ പരിക്കൊന്നുമില്ല. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മളൊരു വണ്ടി പോയി നോക്കിയിരുന്നു, അതിൻ്റെ ബാക്ക് അടിച്ചിട്ട് അവർ വർക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വൻ കോമഡിയാണ്. പക്ഷേ ഫേസ്ബുക്കിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന അൺടച്ച് ഗാഡി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് എന്താ പറയുക, ഫുൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെയ്തതും വൃത്തിയായിട്ടില്ല എന്ന് വേണം പറയാം. അതുപോലെ ഇതായിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ എല്ലാം പഞ്ച് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. ഒറിജിനലാണ്. ഈ ടൈലൈറ്റിന് ചെറിയൊരു ക്രാക്ക്, എന്തോ സ്ക്രാച്ച് ഉണ്ട്. അവിടെ ചെറിയൊരു ക്രാക്ക് കാണാം. അതിൻ്റെയാണ് ഇതിനകത്ത് ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മളതിൻ്റെ കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് പൊട്ടലൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ചിന്നൽ വന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മഴ ഉണ്ട് ഡൽഹിയിൽ, അതേപോലെ ചൂടുമുണ്ട്. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ എഡ്ജ് വശങ്ങളിലൊക്കെ കണ്ടോ, ഡോറിൻ്റെ എഡ്ജൊക്കെ കണ്ടില്ലേ ഇതായിട്ടുണ്ട്. ഒന്ന് അടുത്ത് പിടിച്ച് കാണിച്ചു കൊടുത്തറ കണ്ടോ. ഇതൊന്നും അവർ പെയിൻറ്റ് ടച്ച് ചെയ്യുക കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടില്ല. ഒറിജിനൽ ഇത് തന്നെ ഇരിക്കുന്നത്. ഇവിടുത്തെ തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. നല്ല വൃത്തിക്ക് ഈ ഡോർ പാഡിൻ്റെയൊക്കെ ഫിറ്റിങ്സ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചവിട്ടി കയറുന്നതിൻ്റെ അവിടെയൊക്കെ
ഇത് കാണാം. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒറിജിനൽ കമ്പനി മാറ്റ് തന്നെ കിടക്കുന്നത്, അഡീഷണൽ ഒരു മാറ്റ് അവർ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. ഇവിടെയും മേലെ റൂഫിൻ്റെ അവിടെ ആയിട്ട് അവരെന്തോ ഇത് വരുത്തിയിട്ടുണ്ട്, അതിങ്ങനെ വരുത്തി പോയിട്ടുണ്ട്. ഒരു പാടും കാണാം, അതിൻ്റെ അവിടെ ചലക്കൊക്കെ ഉണ്ട്. അതൊന്നും ഒരു പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടില്ല, അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അത് നമ്മളിനി എന്തെങ്കിലും വണ്ടി എടുക്കുമ്പോൾ നമ്മൾ രണ്ടാമത് റീവർക്ക് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഇവിടെ ചെറിയ ലെവലിലെന്തോ ഒന്ന് പെയിൻറ്റ് ഒന്ന് പാറിച്ച് വിട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഈ എഡ്ജ് വരുത്തിയത് ഇതിൽ അവർ ചെറുതായിട്ടുണ്ട് എഡ്ജിൽ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയാണ് കാണുന്നത്. ഇതൊക്കെ ഇവിടെയൊക്കെ ഉള്ളിലൊക്കെ ഒറിജിനൽ പെയിൻ്റാണ് കേട്ടോ. ഈ ഡോറിലും ഗ്ലാസോ കാര്യങ്ങളോ റീപ്ലേസ്ഡ് അല്ല. മിററിലൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ട 1-2 നെഗറ്റീവും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമർ കൂടി ഒന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തി കാര്യങ്ങൾ കാണാം. ഇവരിവിടെ പ്രസൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അവരത് ക്ലീനിങ്ങോ കാര്യങ്ങളോ തന്നെ ചെയ്തിട്ടില്ല. 2023 ബാറ്ററിയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ള ആമറോണിൻ്റെ. ഇവിടെ തന്നെ പേസ്റ്റ് പൊട്ടിക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടൊന്നുമില്ല. ഇത് 2017 11 മാസം വണ്ടിയാണ്. 17 9 മാസമാണ് മേക്ക്, 11 രജിസ്ട്രേഷൻ കിടക്കുന്നത്. ഇവിടെ എല്ലാം ക്രോസ് ബാർ കാര്യങ്ങൾ ഇതെല്ലാം അതിൻ്റെ ഒറിജിനലാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ലീക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ വണ്ടി കാണുന്നതാണ് എനിക്കും കൂടുതൽ താല്പര്യം. കാരണം എന്തെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ സാധിക്കും. മറ്റേന്ന് വെച്ചാൽ ഇവരിത് ക്ലീനിങ് ഒക്കെ ചെയ്ത് വെച്ച് ഡീസലൊക്കെ ഇട്ട് തുറച്ച് വെച്ചിട്ട് ഒരു റെയിൽ കാറായിരിക്കും ഡീസലിട്ടാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് ലീക്കാണോ കാര്യങ്ങളാണോ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് പ്രോപ്പർ മനസ്സിലാക്കാൻ സാധിക്കില്ല. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒക്കെ കണ്ടല്ലേ, ചെറുതായിട്ട് അതിൻ്റെ വാഷറോ കാര്യങ്ങൾ എന്തെങ്കിലും മാറാനുണ്ടാകും, അതുകൊണ്ടാണ് അതിൻ്റെ ഇത് കാണുന്നത്. പിന്നെ നമുക്കിനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് എഞ്ചിൻ റൂമിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓവർ ചൂടുണ്ടാവില്ലാത്ത പ്രതീക്ഷിച്ച് നമുക്ക് എന്താ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കാം. കൂളറിൻ്റെ ടാങ്കിൻ്റെ യെസ് ഇതിലങ്ങനെ ഒന്നും ഡമ്പായിട്ടൊന്നും കിടക്കുന്നൊന്നുമില്ല, ഇത് തന്നെ ഇരിക്കുന്നു. നമുക്കിനി മൊത്തം നമുക്ക് എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ അല്ല വണ്ടിയുടെ അണ്ടർ ബോഡി കാര്യങ്ങൾ പിന്നെ വണ്ടി നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് മൊത്തത്തിൽ നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാനർ വണ്ടിക്കകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്കാനിങ് കാര്യങ്ങളോട് ചെയ്ത് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെയാണ്. നമുക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറി ഓക്കെ. പുറത്ത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നല്ല ചൂടെന്ന് പറഞ്ഞ പോലെ നല്ല ചൂടുണ്ട്. 36 ഡിഗ്രിയാണ് ഇത് വണ്ടിക്കകത്ത് കാണിച്ചിട്ടുള്ളത്. എനിക്കതിലും കൂടുതലൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. നമുക്ക് AC ഓൺ ചെയ്യാം, മാക്സിമം കൂളിലേക്ക് ഇടാം. ഏകദേശം 3 ടാങ്കിൻ്റെ അടുത്ത് എണ്ണയ്ക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രസൻ്റ്ലി കിലോമീറ്റർ 1,65,838 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എടുപ്പിച്ചായിരുന്നു. ഹിസ്റ്ററി എടുപ്പിച്ച സമയത്ത് നമുക്ക് ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് കണ്ടിട്ടുണ്ട്, വേറെ 1-2 ചെറിയ ടച്ച് പോളിഷ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത് 2025 4 മാസത്തിലാണ് ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത്. അത് 1,60,000-ലാണ്. ഇപ്പോൾ 1,65,000 ആയിട്ടുണ്ട്. 65,838 ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സർവീസ് ഹിസ്റ്ററി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എടുക്കുന്നതല്ല, പുറത്തുനിന്ന്, അതായത് പുറത്ത് കേരളത്തിൽ നിന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കുന്നതാണ്. കാരണം ഇവർ തരുന്ന ഹിസ്റ്ററി ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവർ അതിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷനൊക്കെ നടത്തി എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് PDF നമുക്ക് അയച്ച് തരലുണ്ട്. പക്ഷേ ഇത് അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുപ്പിക്കും. അതാകുമ്പോൾ നമുക്ക് പേഴ്സണലി അവനോട് ചോദിക്കാം എങ്ങനെയുണ്ട് എന്താണെന്നുള്ളത്. പിന്നെ വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലരും എന്നെ ലാസ്റ്റൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. പല വണ്ടികളിലൊക്കെ അവർ ഹിസ്റ്ററി എടുപ്പിച്ചൊക്കെ എനിക്ക് അയച്ചത് നോക്കിയിട്ടൊന്നും പറഞ്ഞു തരുന്നു. പലതും എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2018-19 ലാസ്റ്റ് പോയിട്ട് പിന്നെ ലാസ്റ്റ് 25 കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി നോക്കുക എന്ന് പറയുമ്പോൾ കിലോമീറ്ററിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങൾ നോക്കുക എന്ന് പറയുമ്പോൾ A to Z പക്ക പ്രോപ്പറായിട്ട് കറക്റ്റ് ഇൻ്റർവെൽസിലെല്ലാം കറക്റ്റായിട്ട് ഷോറൂമിൽ പോയിട്ട് നോക്കണം. ഇതിപ്പോൾ 23, 22, 24 ഇത് കറക്റ്റായിട്ട് 2-3 ടൈംസൊക്കെ ഷോറൂമിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയുടെ മൊത്തത്തിൽ ഓവറോൾ ഇത് പറയാം. നമുക്കിനിയിപ്പോൾ നമുക്ക് സ്കാനിങ് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് കിടക്കാം കേട്ടോ. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വീഡിയോയിൽ എടുത്തെടുത്ത് മുൻപ് പറഞ്ഞിരുന്നു, ഇപ്പോൾ പല വീഡിയോസിലും പറയാത്തതുകൊണ്ടായിരിക്കാം ഒരു ചോദ്യം ചോദിക്കാറുണ്ട് എല്ലാവരും, അറിയാത്ത ആളുകൾ പെട്ടെന്ന് ചോദിക്കുന്നത് ഏത് ആപ്പ് വഴിയാണ് വണ്ടി സ്കാൻ ചെയ്യുന്നത്. നമ്മളൊരു ആപ്പ് വെച്ചിട്ട് മാത്രമല്ല, നമ്മളൊരു OBD സ്കാനർ എന്ന് പറയുന്ന ഒരു സംഭവം മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് ഏത് കമ്പനിയുടെ OBD സ്കാനർ ആണോ നിങ്ങൾ മേടിക്കുന്നത്, ആ OBD സ്കാനറിന് അനുസരിച്ചുള്ള ഓരോ കമ്പനികൾ കൊടുക്കുന്ന ആപ്പ് ഉണ്ടാവും. ആ ആപ്പിലാണ് നമ്മളിത് കയറി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഓരോ കമ്പനിക്ക് അതിനനുസരിച്ചുള്ള ആപ്പുകളായിരിക്കും. ചില ആപ്പുകൾ പെയ്ഡ് ആയിരിക്കും, ചിലത് ഫ്രീ ആയിരിക്കും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്കാനറിനകത്ത് അത്യാവശ്യം പെയ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മളൊരു ഇയർലി പാക്ക് എടുക്കാറാണ്. ആ പാക്കിനനുസരിച്ച് വണ്ടികൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആവുന്നതിനനുസരിച്ച് നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതായിരിക്കും.
അത് ചിലത് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കറിയാം. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലർ ചോദിക്കേണ്ട കിലോമീറ്റർ റീഡിംഗ് ഒക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പ്രസൻ്റ്ലി ഇറങ്ങുന്ന എല്ലാ ജർമ്മൻ വാഹനങ്ങളിലും നമുക്ക് കിലോമീറ്ററിൻ്റെ റീഡിംഗ്, മൈൽസ് റീഡിംഗ് എടുക്കാൻ സാധിക്കും. അത് എന്താ പറയുക, മീറ്ററിൽ കാണിച്ചതും അതും വ്യത്യാസം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും മൈൽസും കിലോമീറ്ററും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇല്ല ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ BS4 പഴയ വണ്ടികളിലല്ലോ, ഇപ്പോൾ ടയോട്ട, മാരുതി ഇങ്ങനത്തെ ഒന്നും വണ്ടികളിലൊന്നും നമുക്ക് അറിയില്ല. അങ്ങനത്തെ വണ്ടികളിൽ BS6 മാത്രമാണ് നമുക്ക് കിലോമീറ്റർ റീഡിംഗ് എടുക്കാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ഇതാവുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇതെല്ലാം സാധനം, പേഴ്സണൽ സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കാനിങ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് വണ്ടി പുറത്തിറക്കി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ ഫൈനലൊരു പറഞ്ഞതിൻ്റെ കസ്റ്റമറായിട്ടൊന്ന് ഇരുന്ന് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എത്ര കുറയും എന്താണെന്നൊക്കെ നോക്കാൻ. ഓട്ടോമാറ്റിക്കലി VN കാര്യങ്ങളൊക്കെ അതിൻ്റെ ചേച്ചി നമ്പറും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹെൽത്ത് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും എൻജിൻ ബേസിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ, ഇലക്ട്രോണിക്സിൽ ബേസിലൊക്കെ എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ബാക്കി നമുക്കിതിന് ശേഷം നമുക്കിനി മെയിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരുന്നത് വണ്ടിയുടെ സസ്പെൻഷൻ്റെ സൈഡ് കാര്യങ്ങൾ, അതുപോലെ ബുഷസ് കാര്യങ്ങൾ, സ്റ്റിയറിങ്ങിൻ്റെ മൊത്തത്തിൽ ബ്രേക്കിൻ്റെ പെർഫോമൻസ്, ഇതൊക്കെ നമ്മൾ മാനുവലി തന്നെ നോക്കിയാലാണ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഒരു തരത്തിലുള്ള എറേഴ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കിതിൻ്റെ റിപ്പോർട്ട് എടുക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ വന്ന വല്ല ടീമുകളും വണ്ടി സ്കാൻ ചെയ്ത് കോഡൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വണ്ടി ഒന്ന് ഇവിടുന്ന് ഇറക്കി ഓടിച്ച് ഒരു 3-4 കിലോമീറ്റർ ഓടിച്ച് വന്നതിന് ശേഷം വണ്ടി വീണ്ടും നമ്മളൊന്ന് റീസ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെന്തായാലും കാര്യമായിട്ട് പരിഗണിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് പേടിക്കാമല്ല. ഇത് പക്ഷേ പക്ക പ്രോപ്പറായിട്ട് തന്നെ ഷോറൂമിൽ സർവീസും കാര്യങ്ങളും പോയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തരത്തിലുള്ളൊരു പേടിയുടെ ആവശ്യം വരുന്നില്ല. ക്ലിയർ തന്നെ ആയിരിക്കും. വേറെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിനിപ്പോൾ ഇവിടുന്ന് വണ്ടി ഇറക്കി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ട കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പാർട്ടിയുടെ വണ്ടിയാണെങ്കിലും ഒരു 8-10 ദല്ലാളുകൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ആളും ഇനി കമ്മീഷൻ വേണമെന്നുള്ള ലെവലാണ് അവൻ്റെ സംസാരം വരുന്നത്. എങ്ങനെ ഇതൊക്കെ എടുക്കുന്നറിയില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ. അതെ, സസ്പെൻഷൻ ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. ഇപ്പന്മാർ മേലെ പുറകിലിരിക്കുന്ന 3 തുറപ്പന്മാരും ദല്ലാളുമാരാണ്. അത് മനസ്സിലാവാതിരിക്കാൻ നമ്മളിങ്ങനെ മലയാളത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം അത് നല്ല ഇതാണ്. കാരണം ഇപ്പോൾ പ്രൈസിൻ്റെ കേസിനപ്പുറം ഇവരെ കമ്മീഷൻ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വണ്ടി നമുക്ക് ഓണറെ കാണിച്ചിട്ടുള്ളൂ എന്നുള്ള തരത്തിൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ നോക്കിയിട്ട് നടക്കുന്നില്ല. കാരണം കച്ചവടം നടക്കണമെങ്കിൽ നമ്മളിതിന് ഓണർ നേരിട്ട് കേട്ട് സംസാരിക്കാൻ വേണം, അല്ലാതെ പറ്റില്ലല്ലോ. നമുക്ക് ഹൈവേയിൽ കയറാം. അത്യാവശ്യം തിരക്കുള്ളൊരു ഹൈവേ ആണ് കേട്ടോ. ഫരീദാബാദ് നമ്മളിപ്പോൾ നിൽക്കുന്ന നീലൻ ചോക്ക് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. വണ്ടിക്ക് പുതിയ 4 ടയറൊക്കെ അവരിട്ട് വെച്ചിട്ടുണ്ട്. ബ്രിഡ്ജോണിൻ്റെ നല്ല പുത്തൻ ടയറാണ് കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിഷയമൊന്നുമില്ല. മഴ വരുന്നുണ്ട് കേട്ടോ. ഇന്നും നല്ല മഴ ഉണ്ടാവും ഉച്ചയ്ക്ക്. സസ്പെൻഷൻ്റെ അടിയ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നോക്കിയിട്ട് അങ്ങനത്തെ ഒന്നും തന്നെ കാണാനില്ല. ടൗണിലപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ താഴെ ഒരു രസകരമായൊരു കമൻറ്റ് കണ്ടു. വണ്ടി മിനിമം ഒരു 100 കിലോമീറ്ററിൽ ഓടിച്ച് നോക്കിയിട്ടേ മേടിക്കാവൂ എന്നുള്ളത്. ഈ 100 കിലോമീറ്റർ എവിടെ ഓടിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം വെച്ചാൽ ഈ ഡൽഹി, ഹരിയാന അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഒരു 10 കിലോമീറ്റർ പോകാൻ തന്നെ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ച് ഈ 100 കിലോമീറ്റർ പോകാൻ അപ്പോൾ നമ്മൾ എത്ര ദിവസം എടുക്കേണ്ടി വരും? ഇവിടുന്ന് കട്ടിയാൽ പറ്റുമോ? मौका मिल गया, अगर पुलिस वाला देखेगा ना गांड भगा देगा. ऐसे 4000 का चल रहा है इसमें. അപ്പോൾ അങ്ങനെ നമുക്ക് 100 കിലോമീറ്റർ ഒന്നും ഓടിക്കൽ പോസിബിൾ അല്ല. പിന്നെ 10 കിലോമീറ്റർ പോകാൻ 1 മണിക്കൂർ എന്നുള്ളതൊക്കെ ഒരു അതിശുദ്ധി വല്ല തോന്നിയാലും ഇവിടെ വന്ന ആളുകൾക്ക് അറിയാം അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ എറണാകുളം എന്താ പറയുക, അങ്കമാലി, തൃശ്ശൂർ ഓടുന്ന ആളുകളെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല. കാരണം ചില ആ പാലിയേക്കരയും നമ്മുടെ പേരാമ്പ്രയും കൊരട്ടിയൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലും കൂടുതൽ സമയം കളയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ട്രാഫിക്കിൻ്റെ ഇടയിൽ.
അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ഇവിടുന്ന് ഡെലിവറി എടുക്കുകയാണ്. ഈ വീഡിയോക്കകത്ത് ഞാൻ 2 വണ്ടികളുടെ വീഡിയോ മിക്സ് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നു, മറ്റേത് അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ കാണിച്ചിട്ടില്ല. പക്ഷേ അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമ്മൾ ഇതിന് ശേഷം നമ്മൾ നേരെ അവിടെ പോയിട്ട് ബാങ്കിൽ പോകണം. കാരണം വെച്ചാൽ ബാങ്കിൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഡയറക്റ്റ് അടച്ച് നമ്മൾ അവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കണം. നമുക്ക് ആ വീഡിയോ പറയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ മാസമാണ് ഇവിടുന്ന് ചെക്ക് ചെയ്തത്. സെപ്റ്റംബറിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഒക്ടോബറിലാണ് നമുക്ക് എടുക്കാൻ സാധിച്ചത്. കാരണം വെച്ചാൽ സെപ്റ്റംബറിലാണ് നമ്മൾ എടുക്കാൻ സാധിച്ചത്. വന്ന സമയത്ത് ഇതിൻ്റെ കസ്റ്റമർ ഡയറക്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവർക്കൊരു വണ്ടി അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ വണ്ടി നമുക്ക് തരുള്ളൂ എന്ന് പുള്ളി പറഞ്ഞിരുന്നു. ഒരു വക്കീലാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് അത് കസ്റ്റമർ അത്ര ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് സ്കിപ്പ് ചെയ്തു വേറെ വണ്ടി എടുത്തു. ഇതിപ്പോൾ പകരം നമ്മുടെ വേറൊരു കസ്റ്റമർ പെട്ടെന്ന് അങ്കമാലിയിൽ നമ്മുടെ സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് ഡെലിവറി ചെയ്തത്. നമ്മൾ അപ്പോൾ പുള്ളിയുടെ വീട്ടിലാണുള്ളത് കേട്ടോ. ഞാൻ വണ്ടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അന്ന് വന്നതിൽ നിന്ന് വേറെ കാര്യമായ മാറ്റങ്ങളോ പ്രശ്നങ്ങളോ തന്നെ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ റൗണ്ടൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തു. പുതിയ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഒരു ബാറ്ററി ഇതിൻ്റെ റീപ്ലേസ് ചെയ്തത്. വേറെ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടൊന്നുമില്ല. വേറെ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമ്മളപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്നത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു റൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇതാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങൾ ഇവിടെ അത്യാവശ്യം ഇപ്പോൾ മഴ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് ഇറങ്ങണം. കാരണം അടുത്തൊരു മഴ വരാനുള്ള സാധ്യത നമ്മൾ നോക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അനീഷ് ഇതപ്പോൾ ഇവിടെ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അനീഷ് ഇത് അവിടെ ഇരുന്ന് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. കാരണം വേറെ ഏജൻറ്റ് കാര്യങ്ങളില്ല. ഇവരൊരു ഏജൻറ്റ് ഇപ്പോൾ നമുക്ക് NOC എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ പേപ്പറും കാര്യങ്ങളും ഫോം 28 നമുക്ക് ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകണം. അഫിഡവിറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് 1 by 1 ആയിട്ട്. കാരണം വെച്ചാൽ പുള്ളിക്കാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷനാണ്. ആളൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഒരുപാട് നൂലമാലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ ഞങ്ങൾക്ക് 1-2 മെയിലൊക്കെ അയച്ചു തന്നു. ആ മെയിലിനൊക്കെ ഞങ്ങൾ കൺഫർമേഷൻ കാര്യങ്ങൾ കൊടുക്കണം, പേയ്മെൻറ്റ് കൊടുത്തതിൻ്റെ കറക്റ്റ് ഇതിലൊക്കെ ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരുപാട് നൂലമാലകൾ പറഞ്ഞ് നമ്മളെ കുറച്ചധികം ബുദ്ധിമുട്ടിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ ഡെലിവറി എടുത്താൽ, അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചേസ് നമ്പറിൽ 28 അത് റേസ് ചെയ്യണം പറഞ്ഞു. അപ്പോൾ പുള്ളി അതായത് ഏജൻറ്റിനെ വിളിച്ചപ്പോൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അറിയില്ല, പുള്ളിയുടെ ഡ്രൈവർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനീഷിത അതിൻ്റെ പുറകിലുണ്ടല്ലേ ആ ചേസ് നമ്പർ റേസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പാർട്ടികളെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇവർ കുറച്ച് പഠിച്ച ആളുകളൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിലും ഒരു വണ്ടി നമ്മൾ കേരളത്തിന് പുറത്തേക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാവില്ല. ആര് എന്തിന് കൊണ്ടുപോകണം, എന്ത് യൂസ് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്താണെന്ന് അറിയാത്തതുകൊണ്ടുള്ള പേടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ദൂരം. അപ്പോൾ നമ്മളിപ്പോൾ ചേസ് നമ്പർ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഫോം 28 ഇങ്ങനെ റേസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ബാക്കി ഫോംസ് 29, 30 കാര്യങ്ങളൊക്കെ അവരടുത്ത് നമ്മൾ സൈൻ ചെയ്ത് മേടിക്കേണ്ടതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു പരിപാടി കൂടി കഴിഞ്ഞ് നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങണം. കാരണം നമുക്ക് അടുത്ത ബാങ്കിൽ നമ്മൾ ഏകദേശം 11 മണി സമയം പറഞ്ഞത്. പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ തന്നെ ഏകദേശം 11:30 കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അടുത്താണ് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി. അതും ഫരീദാബാദ് തന്നെയാണ്. ഇത് രണ്ടും ഒരു കസ്റ്റമർക്ക് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 2019 4x4 ഇത് 2017 4x2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ നമുക്ക് ഡെലിവറി എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വണ്ടിയുടെ ഒറിജിനൽ RC ബുക്ക്. ഇതിനകത്ത് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നോട്ടിങ്ങോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്കത് കാര്യങ്ങൾ ക്ലിയർ ആയി കാണാം. വണ്ടിയുടെ 2 കീ ഉണ്ട്. പിന്നെ വണ്ടിയുടെ പർച്ചേസ് ഇൻവോയ്സും മറ്റേ വണ്ടിയുടെ ഫുൾ സർവീസ് റെക്കോർഡുകൾ കാര്യങ്ങൾ ഇവരുടെ ബില്ലായിട്ട് തന്നെ ഫുൾ അവർ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് തരാം, ഹാൻഡ് ഓവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ വേണ്ട 29, 30 ഫോംസിൻ്റെ ഇത്, പിന്നെ സർവീസ് ബുക്ക് കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ ദിവസം ഈ വണ്ടിയുടെ ബാറ്ററി അവർ റീപ്ലേസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങനെ വണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് 1-2 കാര്യങ്ങളോട് ഇവരുടെ സൈഡിൽ നിന്ന് കിട്ടണം. ഒന്ന് ഇവരെ ID പ്രൂഫിൻ്റെ കോപ്പി കാര്യങ്ങൾ, അതുപോലെ ബാക്കി RC കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം കൂടെ വേണം. ഓക്കെ, അങ്ങനെ നമ്മളെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അനീഷിത അപ്പോൾ ഇവിടുന്ന് വണ്ടി നമ്മൾ മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി മേടിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ വണ്ടി കാര്യങ്ങൾ നമ്മൾ ഡെലിവറി കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ പേപ്പേഴ്സിൻ്റെ എല്ലാം കോപ്പി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് വണ്ടിയുടെ ഒറിജിനൽ RCയും NOC നമുക്ക് ഇനി കിട്ടാനുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടുന്ന് നമുക്ക് കാര്യങ്ങൾ അവർ കോപ്പി കാര്യങ്ങളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ വണ്ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ A to Z കാര്യങ്ങളാക്കി നമ്മളിപ്പോൾ അവിടുന്ന് ഡെലിവറി എടുത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറൗണ്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ അറേസ് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. ഞാൻ വണ്ടി ജസ്റ്റ് കിലോമീറ്റർ 1,66,945 കിലോമീറ്റർ ഓടിയിട്ടുള്ള. അന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും ഏകദേശം ഇതൊന്നൊരു കൃഷ്ടി 1000 കിലോമീറ്ററിൻ്റെ അടുത്ത് കുറവേ വന്നിരുന്നുള്ളൂ. നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കി കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഇപ്പോൾ അവിടുന്ന് ഡെലിവറി എടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ യെസ് മാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. കട്ട് മാറ്റും കാര്യങ്ങളൊക്കെ, ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ ഒന്നും കൂടി കൺഫേം ചെയ്തു.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് പോയിട്ട് നമ്മുടെ അടുത്ത വണ്ടി അത് പിന്നെ ബാങ്കിലൊക്കെ പോയിട്ട് അതിൻ്റെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ തീർത്ത് വരുമ്പോഴേക്കും എന്തായാലും കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ കൂടി കടക്കാം. പിന്നെ ഞാൻ ഒരു പക്ഷേ ഈ കസ്റ്റമർ റിവ്യൂ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ വീഡിയോ വൈൻഡപ്പിന്, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അനീഷ് ആ വണ്ടി ഓടിക്കുന്നുണ്ട്, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട്. ഓക്കെ, നമ്മുടെ ഒരു നല്ലൊരു ക്ലൈൻറ്റ് കേട്ടോ. കാരണം വെച്ചാൽ അവർ ഏകദേശം 8 വർഷത്തിന് മേലെ ഈ വണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതാക്കിയത്. അത് മാത്രമല്ല ഇവിടുന്ന് ബാക്കിലുണ്ട് ഒരു കവറ് നിറച്ച് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. അത് അനീഷിനെ കണ്ടപ്പോൾ അവിടുത്തെ ആ ചേച്ചി വന്ന് ചോദിച്ച് അനീഷിന് പ്രത്യേകം കൊടുത്തു വിട്ടതാണ് കേട്ടോ. മുരിങ്ങക്ക ഒരു കവർ നിറച്ച് ഈ നായ്ക്ക് മുരിങ്ങക്ക കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് എന്തർത്ഥത്തിലാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ഇനി ആ പെണ്ണുപിള്ള കിടത്തി ഉറക്കില്ല അവൻ്റെ, അതിനുള്ള വകുപ്പിന് തന്നെ അവരാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ക്ലൈൻ്റ് ആയിരുന്നു. അവരെല്ലാം നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരിത്. കാരണം ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ അടുത്തൊന്നും ഡെലിവറി എടുത്തിട്ടില്ല. കാരണം വളരെ ഫ്രീ ആയിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത് സംസാരിക്കുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവർ നമുക്ക് തരാൻ പറ്റുന്നൊക്കെ തന്നിട്ടുണ്ട്. ബാക്കി ഇനി പർച്ചേസ് ഇൻവോയ്സും കാര്യങ്ങളും അവരുടെ കയ്യിൽ ഓഫീസിൽ റെക്കോർഡ് ഉണ്ടാവും പറഞ്ഞു. അവരുടെ സ്റ്റാഫുകൾ എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു. കാരണം കമ്പനിയിൽ അവിടെ എന്താ പറയുക അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അവളുടെ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടി ചെക്ക് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ ഓഫീസിൽ ഫുൾ ഇതിൻ്റെ ഫയൽ റെക്കോർഡ് ഇരിക്കുന്നുണ്ട്. അത് മൊത്തം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ മറ്റേ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇതിപ്പോൾ ഒക്ടോബർ, ഇന്നിപ്പോൾ ഇത് ഡേറ്റ് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒക്ടോബർ 8-ാം തീയതിയാണ് ഇപ്പോൾ കറക്റ്റ് ഇന്നിപ്പോൾ അവിടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവിടെ ഡൽഹിയിലെ അവസ്ഥ എന്ന് വെച്ചാൽ മഴയുണ്ട്, വെയിലും ഉണ്ട്, രണ്ടും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം റോഡിലൊക്കെ കണ്ടോ വെള്ളക്കെട്ട് കാണുന്നുണ്ടോ. അപ്പോൾ അടുത്ത മഴയുടെ മുമ്പ് നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ ഇത് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. വണ്ടിക്ക് നമുക്ക് എന്തായാലും 10,000 രൂപയുടെ മാപ്പ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ മാപ്പ് എന്തിനോ വേണ്ടിയിട്ട് ഓടുന്നൊരു മാപ്പും അതിൽ കാണാം. പല കാര്യങ്ങളും അതിൽ അപ്ഡേറ്റഡ് ഒന്നുമല്ല, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡാണ്. അപ്പോൾ കാർഡ് ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇത് സിസ്റ്റം നമുക്ക് ആൻഡ്രോയിഡിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റേ വണ്ടി കൂടി ഡെലിവറി എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ആഡ് കണ്ടിട്ട് വണ്ടി ഇവിടെ ഡൽഹിയിൽ വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞു പക്ക സർവീസ് ഹിസ്റ്ററിയൊക്കെയുള്ള 2019 ഫോർച്യൂണർ 4x4 സിഗ്മ 4 ഒരു വീട്ടിൽ കിടക്കുന്ന വണ്ടി. അത് പാർട്ടികളെ കയ്യിൽ വീട്ടിൽ കിടക്കുന്ന വണ്ടി നമ്മൾ നോക്കാൻ വന്നതിൻ്റെ ഒരു രസമാണ് കാണിച്ചു തരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ ഒരു ഗ്ലാസ് റീപ്ലേസ് ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു വിളിച്ച് നമുക്ക് വേണ്ടി പ്രത്യേകം കാണിച്ചു തന്ന മുതലാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണണം. ഫോട്ടോ വീഡിയോയിലൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ തരിച്ചു പോകും. അതുപോലെ ഹൈ ക്വാളിറ്റിയിലാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. മീറ്ററിൽ കണ്ടില്ലേ 1,02,136 കിലോമീറ്ററാണ് വണ്ടിക്ക് കിടക്കുന്നത് കേട്ടോ. പൂര ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹിസ്റ്ററിയൊക്കെ അവർ തന്നിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ വണ്ടിയുടെ സർവീസ് റെക്കോർഡ് ഇടിപ്പിച്ചു. സർവീസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 2022 പോയിട്ട് പിന്നെ 2025 ഷോറൂം ഈ വണ്ടി കാണിക്കുന്നത്. ആ 2025 ഈ ഷോറൂം കാണിക്കുന്ന സമയത്ത് തന്നെ 1,68,000 ചില്ലാനം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളതായിട്ട് സർവീസ് കാണിക്കുന്നത്. ആ സാധനം ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ 1,02,136 ആക്കിയിട്ട് സെക്കൻഡ് ഓണർ വണ്ടി എന്താ പറയുക 21 ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്ന മുതലാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ ബാങ്കിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ അവർ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മളിത് അവരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി അവിടെ പോയിട്ട് ബാക്കി എൻ്റെ സാധനങ്ങൾ മൊത്തം എടുക്കണമല്ലോ. അതെടുത്ത് അവരെന്തൊക്കെ സാധനങ്ങളൊക്കെ പേഴ്സണൽ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇറക്കി വെച്ചിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് ഇനിയിപ്പോൾ പോകുന്ന ട്രക്ക് ചെയ്യാനുള്ള പരിപാടികൾ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ 2 വണ്ടി ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിയും മുമ്പിൽ പോണ വണ്ടിയും തന്നെ രണ്ടും നമ്മൾ കസ്റ്റമർ വണ്ടിയാണ്, അതായത് ഡയറക്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. സാധാരണ ഇതിലിപ്പോൾ ഇവിടുന്ന് ഒരു ഏജൻറ്റ് കയ്യിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും റിസ്ക് ഇല്ല. കാരണം അതിനകത്ത് ഫിനാൻസ് വെക്കുന്നുണ്ടെങ്കിൽ ഫിനാൻസ് ക്ലോസിൻ്റെ ഒറിജിനൽ ലെറ്റർ കാര്യങ്ങൾ നമ്മൾ കാണണം. അതുപോലെ അതിനകത്ത് ഏകദേശം ഒരു 30 ചില്ലാൻ രൂപയുടെ ചെല്ലാൻ കിടപ്പുണ്ടല്ലേ, 32 രൂപയുടെ ചെല്ലാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനത്തെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്കിൽ ഇവരോട് സംസാരിച്ച് അവരത് NOC എത്ര ദിവസം കൊണ്ട് കട്ട് ചെയ്യും, കാര്യങ്ങളെല്ലാം കറക്റ്റ് തീരുമാനമാക്കി ധാരണയിലാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്മളിപ്പോഴും സത്യം പറഞ്ഞാൽ അവരെ കയ്യിലേക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. വെറും ഒരു 50,000 രൂപ ഇന്നലെ 2 ദിവസം മുമ്പാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു. ഇന്നലെ ബാങ്ക് അവധി ആയതുകൊണ്ടാണ് നമ്മളിവിടെ വരാതിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്തായാലും ഇപ്പോൾ വണ്ടി എടുത്ത് ഇവിടുന്ന് ഇനി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. പുറകിൽ നമ്മുടെ ഏജൻറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണ് വണ്ടി കാണിച്ചു തന്നത്. അവന് ഏജൻറ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ലാന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ 2 വണ്ടിയിൽ എന്നെ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ആക്കിയതാണ്. ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ ഈ ഒരു വണ്ടിയാവും നമുക്ക് എടുത്തു തന്നു. നല്ല ഡീലാണെങ്കിൽ നമ്മൾ തുറന്നും ഇതുപോലെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ
നമുക്ക് ഇനി അവൻ്റെ വീട്ടിലെത്തിയിട്ട് ബാക്കി. ഓക്കെ, നമ്മളങ്ങനെ അവിടെ എത്തി. അവനിവിടെ ചെറിയൊരു വാട്ടർ സർവീസ് സ്റ്റേഷൻ നടത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റമർ വണ്ടിയുടെ ഓണറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കിപ്പോൾ ഇവിടുന്ന് വണ്ടി നമ്മൾ ഡെലിവറി എടുക്കുകയാണ്. എല്ലാ വണ്ടിയുടെ പേപ്പറിൻ്റെ കോപ്പി മാത്രമേ ഉള്ളൂ. സോറി എല്ലാ വണ്ടിയുടെ 2019 വണ്ടിയുടെ എല്ലാം കോപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇവിടുന്ന് ബാങ്ക് ത്രൂ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് നേരെ വന്ന് ഗുരുഗോൺ വന്ന് അവിടുന്ന് വണ്ടി നമുക്ക് കണ്ടെയ്നർ ചെയ്യാം എന്നാണ് നമ്മൾ കരുതുന്നത്. സെക്കൻഡ് കീ അവൻ്റെ കയ്യിൽ മിസ്സിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ, അവിടെ ഉണ്ടാവും. ചെറിയ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവന് മിസ്സിംഗ് ആണ്. അവരുടെ വീട്ടിലവിടെ ഉണ്ട്. തപ്പിയെടുത്ത് അയച്ച് തരാമെന്ന് പറയുന്നുണ്ട് NOCയുടെ കൂടെ. അപ്പോൾ നമുക്കത് എത്രമാത്രം ഇതാവുന്നില്ല പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ നമ്മളെടുത്ത 17 ഫോർച്യൂണർ. ഇതാ അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതാണ് നമ്മുടെ 2019 4x4 ഫോർ വീല് ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് സെക്കൻഡ് ഓണറാണ് കേട്ടോ. സെക്കൻഡ് ഓണറാണ്. ഇവൻ മറ്റെന്താ പറയുക, ഒരു ഇതിന്ന് വണ്ടി എടുത്തതാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അധികം ആയിട്ടില്ല. ഒരു 3-4 മാസമൊക്കെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഓണറാണ് ഇപ്പോൾ നിലവിൽ വണ്ടി കിടക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് കാണാം. നമുക്ക് വണ്ടിയുടെ മീറ്ററിൻ്റെ റീഡിങ് നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് 1,02,297 കിലോമീറ്റർ മീറ്റർ റീഡിങ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മീറ്റർ ടാമ്പേർഡ് ആണ്. പക്ഷേ വണ്ടി നമുക്ക് കണ്ടാൽ ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റില്ല ഈ വണ്ടിയുടെ മീറ്റർ ടാമ്പേർഡ് ആണെന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എടുക്കണമെന്ന് നമുക്ക് പറയാം. കാരണം വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിൽ കയറിയിട്ടില്ല. അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുവിധം ഫുള്ള് സർവീസും കാര്യങ്ങളും പോയൊരു വണ്ടിയാണ്. ഈ വാഹനം 2025 8-ാം മാസത്തിലാണ് ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഈ വണ്ടി പോയിട്ടുള്ളത് 1,68,000 അടുത്താണ് കിലോമീറ്റർ പോയിട്ടുള്ളത്. പക്ഷേ അത് അവർ വളരെ സിമ്പിളായിട്ട് 1,02,000 അടുത്ത് ആക്കിയിട്ട് ഫേസ്ബുക്കിലും OLXിലൊക്കെ നല്ല നല്ല ആഡൊക്കെ ഇട്ട് എന്താ പറയുക, ലോ കിലോമീറ്റർ വണ്ടി ബിലോ 1 lakh അല്ല നിയർ ബൈ 1 lakh ഓടിയ വണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ച് കാണിച്ചാണ്. പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ അവർ തന്ന സർവീസ് റെക്കോർഡിനകത്ത് അവർ പറഞ്ഞത് കറക്റ്റാണ്, 1,02,000 സംതിങ്ങിൻ്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ നമ്മളെന്തായാലും അറിയാലോ, നമ്മൾ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ സർവീസ് റെക്കോർഡ് എടുപ്പിക്കാറുണ്ട്. അങ്ങനെ സർവീസ് റെക്കോർഡ് എടുത്തപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയത്. വണ്ടിയിൽ അങ്ങനെ മേജർ ആക്സിഡൻറ്റോ പരിക്കലോ കാര്യങ്ങളോ തന്നെ സംഭവിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി, ബോഡി ലൈൻ ക്വാളിറ്റിയൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. പക്ഷേ കിലോമീറ്റർ മാത്രം ഏകദേശം പറഞ്ഞ ലെവലിൽ ഒരു 1,80 അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ടെന്നുള്ളൂ. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലയൻറ്റും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോക്കകത്തൊന്നും ഞാൻ വാഹനത്തിൻ്റെ എടുത്ത പ്രൈസ് ഞാൻ പറയുന്നില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത, വളരെയധികം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൈസ് റേഞ്ചിൽ, ഒരു മാന്യമായൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നമുക്ക് 2019 വണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കസ്റ്റമർ റിവ്യൂവിനെ ഉൾപ്പെടുത്തുന്ന സമയത്ത് അവർ ഈ വാഹനത്തിൻ്റെ വില പുറത്ത് പറഞ്ഞോ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വില പറയുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന വണ്ടികളൊന്നും മറിച്ച് വിൽപ്പനയ്ക്കുള്ള വണ്ടികളല്ല, അവരെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു വ്യക്തി മേടിച്ചത് അദ്ദേഹത്തിൻ്റെ പിന്നെ പേഴ്സണൽ സ്വന്തം സാധനമാണല്ലോ. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നത് മറിച്ച് വിൽക്കാനാണോ വേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ വില പറയണോ വേണ്ടതെന്നുള്ളതൊക്കെ അദ്ദേഹം വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഡാ കാണിക്കുന്നെങ്കിൽ ഞാൻ അതിൻ്റെ വിലയും കാര്യങ്ങളും എന്തായാലും എടുത്ത് പറയണം, അല്ലെങ്കിൽ അതിൽ നമുക്ക് എത്രയ്ക്ക് കിട്ടുമെന്ന് പറയണം. പിന്നെ ഇതുപോലത്തെ വാഹനങ്ങൾ ഇവിടെ നിന്ന് എന്ത് പ്രൈസിന് മേടിക്കാൻ കിട്ടുന്നില്ല അറിയാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി എൻ്റെ പേപ്പറും കാര്യങ്ങളും നോക്കാം. ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ വണ്ടിയുടെ തന്നിട്ടുള്ളത്, വണ്ടിയുടെ ഒരു കീ തന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സർവീസ് ബുക്കുകളാണ് ഇതിരിക്കുന്നത്, മാനുവൽ കാര്യങ്ങൾ അതൊക്കെ ഇതിനകത്ത് കാണാം. പിന്നെ എന്തൊക്കെ ബില്ലുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. മുമ്പത്തെ എക്സ്റ്റേണൽ വാറൻറ്റിയുടെ കാർഡും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് നോക്കാം, ഫുള്ളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പർച്ചേസ് ഇൻവോയ്സ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഒറിജിനലായിട്ടുള്ള എല്ലാ പേപ്പേഴ്സും പെൻഡിങ് ആണ്. എല്ലാത്തിൻ്റെയും കോപ്പി നമുക്ക് തന്നിട്ടുണ്ട്. വണ്ടിയുടെ RCയുടെ കോപ്പി, ഫോം 29ൻ്റെ കോപ്പി, 30യുടെ കോപ്പി, അങ്ങനെ എല്ലാത്തിൻ്റെയും കോപ്പികൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഫിനാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. NOCൻ്റെ ഇതുണ്ടല്ലോ, ബാങ്ക് NOC എന്ന് പറയില്ലേ, ഈ സംഭവത്തിൻ്റെ കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ അതുപോലെ തന്നെ കസ്റ്റമറെ ID പ്രൂഫുകളാണ് കേട്ടോ. ഞാനത് കാണിക്കുന്നില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് പിടിച്ച് കാണിക്കാത്തത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ വണ്ടി പ്രസൻ്റ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ സർവീസിൻ്റെ ബില്ല് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ. ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളതിൻ്റെ ഡേറ്റ് കാണാം 2/8/2025. അതിൽ കണ്ടോ 1,63,000 സംതിങ്ങിൻ്റെ അടുത്താണ് കിലോമീറ്റർ ആയിട്ടുള്ളത്. അതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു മീറ്ററൊക്കെ തിരിച്ച് വണ്ടി കിട്ടിയത്. അധികം പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് കസ്റ്റമർ വണ്ടി കിട്ടുമ്പോൾ നല്ലതല്ലേ, കിലോമീറ്റർ തിരിക്കാതെ കിട്ടില്ല എന്നുള്ളത്. ഞാൻ പറയുന്നു, കസ്റ്റമറുടെ അടുത്തു നിന്നല്ല, ഏജൻറ്റിൽ നിന്നാണ്, എവിടെ നിന്നാണെങ്കിലും ഇതുപോലത്തെ പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മളത് നോക്കിയും കണ്ടും ചെക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതിലാണ് നമ്മുടെയൊക്കെ കാര്യം. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു വണ്ടി നമുക്ക് കിട്ടിയോണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്ലൈൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. ആൾക്കാണെങ്കിൽ നമ്മളെടുത്ത സർവീസ് റെക്കോർഡ് കാര്യങ്ങൾ, അതിന് മുമ്പത്തെ ക്ലൈമിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കസ്റ്റമർക്ക് അത് കൊടുത്തു. ആളതിലൊരു എഗ്രീഡ് ആയി. അതിനനുസരിച്ചുള്ളൊരു പ്രൈസ് റേഞ്ചിലൂടെ അവിടെ കിട്ടിയോണ്ടാണ് നമ്മൾ ഈ വണ്ടികളെടുത്ത്. കാരണം ഇതൊക്കെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ, OLXൻ്റെ മാർക്കറ്റ് പ്ലേസിലൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ
ഡൽഹിയിൽ ഇവിടെ ഒരു 2019 വണ്ടിക്ക് എന്ത് വിലയാണോ ചോദിക്കുക ആ വിലയിലും കുറച്ചാണ് ചോദിച്ചിരുന്നത്. അതിൽ പ്രത്യേകം അവർ പറഞ്ഞിരുന്നു ഫുൾ സർവീസ് റെക്കോർഡ്, ഫ്രണ്ട് ഗ്ലാസ് വെച്ച് ബാക്കി എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളിവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതായിരുന്നു അവസ്ഥ. പക്ഷേ നമുക്ക് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റിലും കാര്യങ്ങളും ഇവിടെ നമുക്ക് വണ്ടി ലഭിച്ചിട്ടുണ്ട്. കാരണം വണ്ടിയുടെ മെക്കാനിക്കലും ബോഡിയിലും വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. കുറച്ച് കിലോമീറ്റർ കുറച്ചതായി, ഓണർഷിപ്പും സെക്കൻഡ് ആയി എന്നല്ല വേറെ ഒന്നും തന്നെ നമുക്കതിൽ പറയാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പറഞ്ഞ് സംസാരിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടികൾ രണ്ടും ഇവിടെ കേരളത്തിലെത്തി നമ്മളിവിടുന്ന് കസ്റ്റമർക്ക് ഡെലിവറി കാര്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ റിവ്യൂ പിന്നെ പറയാൻ, വണ്ടി ഒന്ന് യൂസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഡെലിവറി കാര്യങ്ങൾ അങ്ങനത്തെ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വണ്ടി അങ്ങനെ കൊണ്ടുവന്നു. ഇന്നലെ ഇവിടെ നിന്ന് കണ്ടെയ്നർ ഇറങ്ങി 2 വണ്ടി നമ്മൾ ഒരാൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കൈയോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി അവർക്ക് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. വണ്ടി വാഷിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തില്ല. ഫുൾ കാലിയായിട്ട് അങ്ങനെ കൊടുക്കുന്നു. എങ്ങനെയാണോ നമ്മൾ അവിടുന്ന് കയറ്റി വിട്ട് അതേ ഒരു കണ്ടീഷനിൽ തന്നെ വണ്ടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് വേറെ പരിപാടികളോ പ്രശ്നങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ചില സമയങ്ങളിലൊക്കെ കണ്ടെയ്നർ ചെയ്യുന്നതിൻ്റെ റിസ്ക് നമുക്ക് കാണാറുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്. അങ്ങനെ ചില എന്തെങ്കിലുമൊക്കെ പരിക്കുകളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ ഈ 2 വണ്ടികളിലും ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇപ്രാവശ്യം നമ്മൾ 4 വണ്ടി ഒരുമിച്ച് ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ കൊടുത്തു വിട്ടിരുന്നത്. ബാക്കി വേറെ 2 വണ്ടിയാണ് ഉണ്ടെന്നാൽ ഡയറക്റ്റ് കേരളത്തിലേക്ക് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടികൾ കാര്യങ്ങൾ ഇവിടുന്ന് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നു. ഞാൻ അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ നമ്മൾ സ്ഥിരം പോകുന്ന ഗ്രൗണ്ട് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് അവർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. മൊത്തത്തിൽ നമ്മൾ അവിടുന്ന് എന്താണോ കണ്ട് അതേ ഒരു വൃത്തി തന്നെ നമുക്ക് ഇവിടുന്ന് വണ്ടി ഇപ്പം നമുക്ക് കസ്റ്റമർക്ക് ഇവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ വണ്ടികൾ രണ്ടും ഇപ്പോൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇതുപോലെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് വാങ്ങുന്നൊക്കെ വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് സൈഡിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന ഓട്ടോമാറ്റിക് ആണോ, പെട്രോൾ ആണോ, മാനുവൽ ആണോ, ഡീസൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞുതരും. പിന്നീട് നിങ്ങൾ വണ്ടിയുടെ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്ത് ഇതെല്ലാം വാഹനങ്ങൾ എടുത്തിരുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്നില്ല. ഒരു ക്ലയൻറ്റ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. പിന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഇന്ന വണ്ടി അവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട്, അതൊന്ന് പോയി ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് എടുത്ത് തരാം, അല്ലെങ്കിൽ അവിടെ നിന്ന് കയറ്റി വിടാമെന്ന്. നമ്മൾ നിലവിൽ അങ്ങനത്തെ സർവീസുകൾ ചെയ്യുന്നില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഡൽഹിയിൽ താമസമുള്ള വ്യക്തിയല്ല. നമ്മളിങ്ങനെ ഓരോ വണ്ടികൾ വേണമെന്ന് പറഞ്ഞ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചെറിയൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ 1-2 വണ്ടികളൊക്കെ പോയി നോക്കി. ഇപ്പോൾ ഈ 2 വണ്ടി ഒരു വീട്ടിൽ നിന്നാണ് എടുത്തത്. ചിലത് നമ്മൾ കച്ചവടക്കാരിൽ നിന്ന് എടുക്കാറുണ്ട്. ഇത് ദൈവാനുഗ്രഹിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ കച്ചവടക്കാരത്ത് നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ പോയി എടുക്കുമ്പോൾ വളരെ മോശം തരത്തിലുള്ള നമ്മളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ മോശം തരത്തിലുള്ള വണ്ടികളൊക്കെ കാണിച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ അതൊക്കെ വീഡിയോയിൽ എന്താ പറയുക നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. നമ്മൾ ഇന്ന വണ്ടി നോക്കി എടുത്തില്ല, അതിന് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആ ഏജൻറ്റിന് ഓൾറെഡി അവന് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് വളരെ മോശപ്പെട്ട ലെവലിൽ നമ്മളെന്നല്ല പല ആളുകളെയും പറ്റിക്കുന്ന 1-2 ഡീലേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെതിരെയൊക്കെ നമ്മൾ ചിലപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ ഉയർത്തുന്ന സമയത്ത് ചില മലയാളി ഏജൻറ്റുമാർക്ക്, അതായത് എന്താ പറയുക, പണ്ട് ഞാൻ ആനപ്പുറത്ത് കയറിയതാണ്, എനിക്ക് അതിൻ്റെ തഴമ്പ് എൻ്റെ മൂട്ടിലുണ്ട് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവിടെ. അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ വഴി വണ്ടി വിൽക്കാനൊന്നും അറിയില്ല. പക്ഷേ ഏതെങ്കിലും പാവങ്ങളൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അന്തസ്സായിട്ട് പറ്റിച്ച് എന്താ പറയുക, ഇത് നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇതുപോലുള്ള ലോക്കലായിട്ട് അവിടുന്ന് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത തരത്തിലുള്ള വണ്ടികളൊക്കെ മേടിച്ച് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. എല്ലാവരും പറയുന്നില്ല കേട്ടോ, ചില വ്യക്തികൾ മാത്രം. അത് ആരാണ് എന്താണെന്നുള്ള വരും ദിവസങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ കാര്യങ്ങൾ, അത് എനിക്കുണ്ടായ എൻ്റെ അനുഭവം, വേറെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. പല ആളുകളും പലതരത്തിലുള്ള ടെസ്റ്റിമണി എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടായ പേഴ്സണലി അനുഭവം എന്താണെന്നുള്ളത് വ്യക്തമായി കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അത് ഓൺ ഗോയിങ് ആയിട്ട് നമ്മൾ കാണിക്കും. കാരണം വെച്ചാൽ അവിടുന്ന് വണ്ടി എടുക്കുന്ന പല മലയാളീസുകളിനെ 8ൻ്റെ തരത്തിൽ പറ്റിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിന്ന് വീഡിയോ ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ അവിടുന്ന് വളരെ ഡീസൻ്റായിട്ട് വണ്ടി എടുത്ത് കൊടുക്കുന്ന പല വ്യക്തികളുണ്ട്. അപ്പോൾ ഇവർക്കൊരു ഭീഷണിയാണ്. കാരണം വെച്ചാൽ ഇവർ ഞങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുത്ത് കൊടുക്കുകയും മറ്റൊരു എന്താ പറയുക, അവരെ ലാഭം മാത്രം നോക്കിക്കൊണ്ട് വണ്ടി എടുത്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരെ കച്ചവടം നടക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ സത്യം പറയുമ്പോൾ അത് അവർക്ക് വിഷയമാണ്. അപ്പോൾ അങ്ങനെ പല എന്താ പറയുക, അവിടുത്തെ പല ഏജൻറ്റുമാരായിരുന്നു കാശ് എന്തെങ്കിലും മേടിച്ച് നമുക്കെതിരെ പല അഭ്യാസങ്ങളായിട്ട് ഇറങ്ങുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ എല്ലാ കാര്യം, തട്ടാണെങ്കിൽ തട്ടുണ്ട്, മുട്ടാണെങ്കിൽ മുട്ടുണ്ട്, പെയിൻ്റാണ് റീപെയിൻ്റ് ആണ്, ഇത് മെക്കാനിക്കലി കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് തന്നെ പറഞ്ഞ് കാണിക്കും. വീഡിയോ കാണിക്കാൻ പറ്റുന്നതാണ് ഈ ചാനലിനകത്ത് കാണിച്ചുകൊണ്ട് തന്നെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ മേടിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ആ വണ്ടികളെടുത്ത് ചിലപ്പോൾ മറച്ച് വെക്കുന്നുണ്ടോ നല്ല വിലയ്ക്ക്, അത് നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ഡയറക്റ്റ് വന്ന് ചോദിക്കാം.
അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് കാണുന്നില്ല അത് നമ്മൾ കാണും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. ഞാൻ എല്ലാവരും ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. കാരണം ചില ആളുകൾ അവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മളെന്തോ ഡൽഹി കാണാൻ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നവരാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പല ആക്ഷേപങ്ങളൊക്കെ ആയിട്ട് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. സോ അവർക്ക് എന്താ വെച്ചാൽ ഇതുപോലെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് എവിടെയെങ്കിലും അമർഷം പ്രകടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് അടുത്ത് നിൽക്കുന്ന പല വ്യക്തികളെയും വിളിച്ച് വളരെ മോശപ്പെട്ട ലെവലിൽ സംസാരിക്കും, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എല്ലാ കാര്യം പറയാം, എന്താണ് സത്യം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുക്കുന്ന വണ്ടികൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു പക്ഷേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ ഇതിനകത്ത് ആസ്കിംഗ് പ്രൈസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ കസ്റ്റമർ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പുറത്ത് വിട്ടോളൂ, കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതെടുത്ത പ്രൈസും കൂടി ഞാൻ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.